ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ സമ്പാദ്യം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും? അത് പ്രശ്നമാണ്. എനിക്ക് ഹലാലായ സമ്പത്ത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാലോ. പക്ഷേ അങ്ങനെ ഒരു അനുസരണയുണ്ട് യജമാനനായ റബ്ബിന്റെ മുമ്പിൽ. അടിമയുടെ അനുസരണം. എനിക്ക് ലഭിച്ച ക്യാഷ് കൊണ്ട് ഞാൻ വാങ്ങിയ ഭക്ഷണ വിഭവങ്ങൾ പോലും റമദാനിന്റെ പകലുകളിൽ ഞാൻ ഉപേക്ഷിക്കണമെന്ന് എൻ്റെ റബ്ബ് എന്നോട് പറയുമ്പോൾ അടിമ എന്ന വിധേയത്വത്തിന്റെ പേരിൽ ഞാൻ അതനുസരിക്കുകയാണ്. ഞാൻ നിക്കാഹ് ചെയ്ത എൻ്റെ ഭാര്യയെ എനിക്ക് എങ്ങനെയും കൈകാര്യം ചെയ്യാം. പക്ഷേ റമദാനിന്റെ പകലുകളിൽ എൻ്റെ റബ്ബ് എനിക്ക് ചില നിബന്ധനകൾ വെക്കുകയാണ്. ഹലാലായവയിൽ തന്നെ നിബന്ധനകൾ ഉണ്ടെങ്കിൽ പിന്നെ ഹറാമായവയെ കുറിച്ച് പറയേണ്ടതുണ്ടോ? കാണരുതാത്തതും കേൾക്കരുതാത്തതും പറയരുതാത്തതും അതെല്ലാം റമദാനിൽ പാടെ ഒഴിവാക്കണമെന്ന് പറയേണ്ടതില്ലല്ലോ. വളരെയേറെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ഉടമയാകുന്ന റബ്ബിൽ പരിപൂർണമായി ലയിക്കുന്ന അടിമയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.